പല പേരൻസും ചെറിയ കുട്ടികൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കലുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങളെ കുട്ടിക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനം ഇല്ലേ, അല്ലെ തൂക്കം കൂടാനുള്ള ഒന്നുമില്ല, ഇനി ന്യൂട്രിയൻസ് ആയിട്ട് ഒന്നുമില്ല, പിന്നെ എന്തിനാ നിങ്ങൾ കൊടുക്കുന്നത്? ഒരു വയസ്സിന് താഴെയുള്ള സമയത്ത് എക്സ്ട്രാ ഷുഗറോ സോൾട്ടോ സ്പൈസസോ ഒന്നും ആഡ് ചെയ്യണ്ട. അവരെ ടേസ്റ്റ് ബഡ്സ് ഒന്നും ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ കുട്ടികൾക്ക് ശരീരത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന സാധനങ്ങൾ, മാക്സിമം ഉള്ള സാധനങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് പലതരം ഫ്ലേവേഴ്സ് ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഈ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ, പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം. അധികവും കാണാം ഈ ജങ്ക് ഫുഡ്സ് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് ആ ടൈപ്പ് ഫുഡ് തന്നെ വേണം. അതിനോട് നമ്മുടെ പാലറ്റ്, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് അഡാപ്റ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു വയസ്സിന് താഴെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഷുഗറോ സോൾട്ടോ സ്പൈസസോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു 8-9 മാസമുള്ള സമയത്ത് ചെറിയ രീതിയിലുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. എന്നാൽ നമുക്ക് അറിയുന്ന ഹെൽത്തി അല്ലാത്ത സാധനങ്ങൾ, അല്ലെ സാൾട്ട് ഷുഗർ കൂടുതലുള്ള സാധനങ്ങൾ നേരത്തെ കൊടുക്കാതിരിക്കുക. സാൾട്ട് കണ്ടന്റ് ഒക്കെ കൂടിയാൽ അത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി നമ്മളെ കിഡ്നീന്റെ ഫുൾ മെച്യൂരിറ്റി ഒന്നും അവർക്ക് എത്തിയിട്ടില്ല. അതും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കൊടുക്കാൻ.